ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ പിടിയിൽ. CBI ചെന്നൈ യൂണിറ്റാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഞ്ചൽ സ്വദേശി ദിപിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, ഇരട്ടക്കൊലപാതകത്തിൽ 18, അതായത് നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ പിടിയിലാകുന്നു. ഈ കേസിനാസ്പദമായ സംഭവം എന്തായിരുന്നു? പ്രതികൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വലയിലാകുന്നത്? സുഹേൽ, 2006 ഫെബ്രുവരിയിൽ അഞ്ചൽ സ്വദേശിയായ രഞ്ജിനിയെയും 2 കൊച്ചു കുട്ടികളെയും കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ്, കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ 18 വർഷത്തിന് ശേഷം CBI ചെന്നൈ യൂണിറ്റ് പോണ്ടിച്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ അറസ്റ്റിൽ ഒരു പ്രതി, സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായ പ്രതി അഞ്ചൽ സ്വദേശി ദിപിൽ കുമാറിന്റെ കുട്ടികളാണ് ഈ രഞ്ജിനിയുടെ കുട്ടികളെന്നും അതിന്റെ പിതൃത്വം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞു എന്നുള്ളതുമായിരുന്നു കേസ്. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് ഏറ്റെടുത്തു. തൊട്ടു പിന്നാലെ ഈ 2 പേരും, കണ്ണൂർ സ്വദേശി രാജേഷും ദിപിൽ കുമാറും ഒളിവിൽ പോയി. അന്നിവർ സൈനികർ കൂടിയാണ്. പത്താൻകോട്ട് യൂണിറ്റിലായിരുന്നു ഇവർ സൈനിക സേവനം അനുഷ്ഠിച്ചത്. പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർ പോണ്ടിച്ചേരിയിലെത്തി. അവിടെ വേറെ പേര് സ്വീകരിച്ച് അവിടെ വിവാഹം കഴിച്ച് കുട്ടികളുമായി താമസിക്കുകയായിരുന്നു. അതിനിടയിലാണ് ചെന്നൈ CBI യൂണിറ്റിന് ചില വിവരങ്ങൾ കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ CBI യൂണിറ്റ് അവിടെ പരിശോധന നടത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. നിലവിൽ എറണാകുളം CBI കോടതിയിൽ ഇവരെ ഹാജരാക്കി, ഒപ്പം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 3 ജീവനെടുത്ത് മേൽവിലാസവും മാറി പോണ്ടിച്ചേരിയിൽ സകലതും എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർത്തെന്ന് കരുതി ചെയ്ത കൃത്യത്തിൽ പശ്ചാത്താപമില്ലാതെ ജീവിച്ചു പോരുകയായിരുന്നു ഇരുവരും. ആ നരാധവന്മാരാണ് നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ CBI കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇരുവരെയും. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.